വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് വാട്ടർ. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ലൈഫ്. നമ്മൾ ഏത് തരം ലൈഫ് ഫോമും ഒബ്സർവ് ചെയ്യുകയാണെങ്കിലും അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും എർത്തിൽ എവിടെയാണെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭൂമിയുടെ ഒരു 12 കിലോമീറ്റർ താഴെ പോയിട്ട് അവിടുന്ന് സോളിഡ് കല്ലിന്ന് വരെ നമ്മൾക്ക് മൈക്രോ ഓർഗാനിസംസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അവർ വരെ വെള്ളമില്ലാണ്ട് ജീവിക്കില്ല. സോ ഓൾ ലൈഫ് ദാറ്റ് വി ഹാവ് എവർ ഫൗണ്ട് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏത് ജീവിയാണെങ്കിലും ഏത് ലൈഫ് ഫോം ആണെങ്കിലും അതിനെ വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ആൻഡ് ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഒറിജിൻ ആൻഡ് സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. വാട്ടർ ഇല്ലാത്ത ഒരു ലൈഫ് നമ്മൾക്ക് പോസിബിൾ ആയിട്ട് ഈ സമയത്ത് തോന്നണില്ല. കാരണം അത്ര ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ വെള്ളം എന്ന് പറയുന്നത്. വൈറ്റൽ ഫങ്ഷൻസ്, നമ്മളുടെ റെസ്പിറേഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ, നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ എല്ലാത്തിനായിട്ട് നമ്മൾക്ക് വെള്ളം ആവശ്യമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണുകൾ വരെ ശരിക്കും ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവർ എപ്പോഴും മോയ്സ്റ്റ് ആയിട്ടിരിക്കണം. അവർ മോയ്സ്റ്റ് ആയിരുന്നില്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾ വളരെ വേഗം സൈറ്റ്ലെസ് ആയി മാറും. ആ പ്രശ്നത്തിന് ഒരു പേരുണ്ട്, അതിനെ ഗ്ലോക്കോമ എന്നാണ് പറയാ. അപ്പോൾ നമ്മളുടെ ലൈഫിന്റെ എല്ലാ ആസ്പെക്റ്റും അഫക്റ്റ് ചെയ്യണ ഒരു സബ്സ്റ്റൻസ് ആണ് വാട്ടർ. സോഷ്യോ ഇക്കണോമിക് റോൾസ്. അപ്പോൾ നമ്മൾ ലൈഫിന്റെ ഉദ്ഭവം മാത്രമല്ല, നമ്മൾ എവിടെയൊക്കെയാണ് സൊസൈറ്റികൾ ഉണ്ടാവർക്കുന്നത്, സിവിലൈസേഷൻസ് ഉണ്ടാവർക്കുന്നത്, അത് ഇൻഡസ് വാലി ആണെങ്കിലും അത് ഷാങ് ഡൈനസ്റ്റി ആണെങ്കിലും അത് മായൻസ് ആണെങ്കിലും ബാബിലോണിയൻസ് ആണെങ്കിലും, യു വിൽ നോട്ടീസ് ഈ സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ടാവർക്കുന്നത് റിവേഴ്സിന്റെ അടുത്താണ്. അത് ടിഗ്രിസ് ആവാം, യൂഫ്രൈറ്റീസ് ആവാം, യമുന ആവാം, ഇൻഡസ് ആവാം. ഈ സൊസൈറ്റികളൊക്കെ ഉണ്ടാവുന്നത് നിയർ വാട്ടർ സോഴ്സസ് ആണ്. കാരണം വാട്ടർ ഇല്ലാണ്ട് നമ്മൾക്ക് അഗ്രികൾച്ചർ പോസിബിൾ അല്ല, ഇൻഡസ്ട്രി പോസിബിൾ അല്ല, എനർജി ഉത്പാദിക്കാൻ പറ്റില്ല, ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ലായിരുന്നു കുറെ കാലം. സോ ഫോർ എവറി ഫങ്ഷൻ നെസസറി ഫോർ ലൈഫ് ആൻഡ് സിവിലൈസേഷൻ വാട്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഒരു ചെറിയൊരു ട്രിവിയ ഒന്ന് ഷെയർ ചെയ്യാനുണ്ട്. നമ്മളുടെ ബോഡിയിലത്തെ ഏറ്റവും വാട്ടറി ആയിട്ടുള്ള ഓർഗൻ ഏതാണ്? നമ്മളുടെ ഐബോൾ ആണ്, നമ്മളുടെ കണ്ണാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ വെയിറ്റിന്റെ ഒരു 90% കാടും കൂടുതൽ ജസ്റ്റ് വാട്ടർ ആണ്. സോ ഇറ്റ് ഇസ് ദി മോസ്റ്റ് വാട്ടറി ഓർഗൻ ഇൻ ആർ ബോഡി. ഓക്കെ, സോ വൈ ഇസ് വാട്ടർ സോ യൂസ്ഫുൾ, സോ ഇമ്പോർട്ടൻറ്റ്? അതിന്റെ മേജർ ആയിട്ടുള്ള കാരണം എന്താണ്? ഇറ്റ് ഇസ് ദ സോല്യൂബിലിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ഇൻ വാട്ടർ. വെള്ളത്തിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, വി കോൾ ഇറ്റ് ദി യൂണിവേഴ്സൽ സോൾവെന്റ്. അതിന് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഡിസോൾവ് മെനി മെറ്റീരിയൽസ് ഇൻസൈഡ് ഇറ്റ്. So, water is known as a universal solvent because it can dissolve a remarkably wide variety of solid, liquid and gaseous substances. Life would not be possible in water without oxygen, അല്ലേ? നമ്മളുടെ വെള്ളത്തിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ അതിൽ ഒരു ഓർഗനിസം ജീവിക്കാൻ പറ്റില്ല. സോ ഓക്സിജൻ അതിൻ്റെ ഉള്ളിൽ ഡിസോൾവ് ആവും, കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ ഡിസോൾവ് ആവും, നൈട്രോജൻ അതിൽ ഡിസോൾവ് ആവും. അത് മാത്രമല്ല വാട്ടറിനെ സോൾട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും, ഷുഗേഴ്സ് ഡിസോൾവ് ചെയ്യാൻ പറ്റും. All kinds of very different substances can dissolve easily in water. മറ്റൊരു കാര്യം, the properties and chemical behavior of water will change depending on specific substances dissolved in it. എന്ന് വെച്ചാൽ നമ്മളുടെ വെള്ളത്തിന് ഒരു പ്യുവർ ആയിട്ടുള്ള വെള്ളത്തിന് ഒരു ആസിഡിക് അല്ലെങ്കിൽ ബേസിക് ക്വാളിറ്റി ഇല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ന്യൂട്രൽ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അരിമാവ്, റൈസിന് സ്വന്തമായിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടാവാറില്ല. അതിന് എരിവും കൂട്ടാൻ പറ്റും, അതിന് മധുരവും കൂട്ടാൻ പറ്റും, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് വി ആഡ് ടു ഇറ്റ്. അതേ സെൻസിൽ വാട്ടറിനും സ്വന്തമായിട്ടുള്ള അസിഡിക് പ്രോപ്പർട്ടീസും ഇല്ല, ബേസിക് പ്രോപ്പർട്ടീസും ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്യുവർ വാട്ടർ വിൽ നോട്ട് എഫക്ട് ലിറ്റ്മസ് പേപ്പർ. അത് റെഡിന്ന് ബ്ലൂ ആക്കില്ല, ബ്ലൂന്ന് അതിനെ റെഡും ആക്കില്ല. വൈ ഇസ് ദിസ് ഇമ്പോർട്ടൻറ്റ്? നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ സ്റ്റൊമക്കിലുള്ള വാട്ടർ ആസിഡിക് ആണ്. കാരണം എന്താ? അതിൽ HCl അയോൺസ് ഉണ്ട്. അങ്ങനെ തന്നെ നമ്മളുടെ ബൈലിൽ അതേ വെള്ളം ആൽക്കലൈൻ ആണ്. കാരണം എന്താ? അതിൽ ബൈൽ സോൾട്ട്സ് ഉണ്ട്, അവർ ആൽക്കലൈൻ ആണ്. നമ്മളുടെ ബോഡിയിലത്തെ ചില ഓപ്പറേഷൻസിനായിട്ട് നമ്മൾക്ക് അസിഡിക് എൻവയറമെന്റ് ആണ് വേണ്ടത്, ചിലതിനായിട്ട് ചില പ്രോസസ്സിനായിട്ട് നമ്മൾക്ക് ആൽക്കലൈൻ എൻവയറമെന്റ് ആണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ സ്റ്റൊമക്കിൽ നമ്മളുടെ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ആവണമെങ്കിൽ പെപ്സിൻ എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം നമ്മൾക്ക് ആവശ്യമുണ്ട്. ഈ പെപ്സിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അസിഡിക് മീഡിയമിലാണ് വർക്ക് ചെയ്യുക. പക്ഷേ നമ്മളുടെ ഇൻറ്റസ്റ്റൈൻസിൽ ഈ ഫുഡ് എത്തുമ്പോൾ അതിൽ നിന്ന് ഫാറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഫാറ്റ് ഹാസ് ടു ബി ഇൻ ആൻ ആൽക്കലൈൻ മീഡിയം. ഈ രണ്ട് കേസിലും നമ്മളുടെ സോൾവെന്റ് ആരാണ്? വാട്ടർ ആണ്. സോ ബിക്കോസ് ഓഫ് ഇറ്റ്സ് വേരിയബിൾ നേച്ചർ,
because of its neutral state, water is an extremely യൂസ്ഫുൾ കെമിക്കൽ. അത് കാരണമാണ് ലൈഫിന് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നമ്മൾക്ക് വേണ്ട പോലെ തന്നെ അസിഡിക്കും ആക്കാൻ പറ്റും, അതിനെ ആൽക്കലൈനും ആക്കാൻ പറ്റും. Now the next topic is hard water and soft water. സോ കുറെ കാലം മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ മഥുര എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൃഷ്ണന്റെ ജന്മഭൂമിയൊക്കെയാണ്. അവിടെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, നമ്മൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ വെള്ളം അവിടുത്തെ വെള്ളത്തിന്റെ കാരണം ആ സോപ്പ് പതക്കില്ല, ശരിക്കും ഫോം ശരിക്കും അതിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് പഴയ കാലത്ത് തന്നെ അവിടുത്തെ ഒരു പ്രോബ്ലം ആയിരുന്നു. അവിടുത്തെ വെള്ളം എന്താണ്, വളരെ ഹാർഡാണ്. ഹാർഡാന്ന് വെച്ചാൽ അതിന്റെ ടെക്സ്ചറുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്, അതിന്റെ ആക്ച്വൽ ഫിസിക്കൽ ഹാർഡ്നെസ് അല്ല നമ്മൾ പറയുന്നത്. അതിന്റെ കൂടെ ലാദർ ഉണ്ടാക്കുന്നത്, ഫോം അല്ലെങ്കിൽ നമ്മളുടെ പത ഉണ്ടാക്കുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളത്തിൽ ചില സ്പെസിഫിക് കെമിക്കൽസ് കൂടുതലുണ്ട്. സോ സോഫ്റ്റ് വാട്ടർ, നല്ല സോഫ്റ്റ് വാട്ടർ വിൽ ഫോം എ റിച്ച് ലേതർ ഈസിലി വിത്ത് സോപ്പ്, വെയർ ആസ് ഹാർഡ് വാട്ടർ ഡസ് നോട്ട് ലേതർ വെൽ. എന്ന് വെച്ചാൽ നന്നായിട്ട് അത് പതക്കില്ല, ഹാർഡ് വാട്ടർ നന്നായിട്ട് പതക്കില്ല. കാരണം എന്താണ് അതിന്റെ ടെമ്പററി ഹാർഡ്നെസ് എന്താണ്? ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ഡിസോൾവ്ഡ് കാൽഷ്യം ബൈകാർബണേറ്റ് ആൻഡ് മഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഇത് ടെമ്പററി ആവുന്നതിന്റെ കാരണം എന്താണ്? ഈ വെള്ളം നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ, ഇഫ് വി ഹീറ്റ് ദിസ് വാട്ടർ, ദ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഇവർ എന്ത് ചെയ്യും? ദേ വിൽ ചേഞ്ച് ഇൻ ടു എ ഡിഫറെന്റ് കെമിക്കൽ. അവർ വേറെ കെമിക്കലായി മാറും. എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആൻഡ് മഗ്നീഷ്യം കാർബണേറ്റ്. എന്ന് വെച്ചാൽ ഒരു ബൈകാർബണേറ്റിൽ നിന്ന് അവർ എന്തായി മാറും? കാർബണേറ്റ് ആയി മാറും. അതിന്റെ പ്രത്യേകത എന്താ? ബൈകാർബണേറ്റ്സ് വെള്ളത്തിൽ സൊല്യൂബിൾ ആണ്, പക്ഷെ കാർബണേറ്റ് സൊല്യൂബിൾ അല്ല. അപ്പൊ ഈ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഈ കെമിക്കൽസ് താഴെ അടിയും ആൻഡ് വി വിൽ ഗെറ്റ് സോഫ്റ്റ് വാട്ടർ. സോ വി ക്യാൻ റിമൂവ് ദിസ് ഹാർഡ്നെസ് ബൈ ബോയിലിംഗ് ദ വാട്ടർ. അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ there is also something called permanent hardness. So this is caused by dissolved chloride and sulfates of calcium and magnesium. നമ്മളുടെ വെള്ളത്തിൽ ക്ലോറൈഡ്സും സൾഫേറ്റ്സും ഡിസോൾവ് ആകുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. വിച്ച് കനോട്ട് ബി റിമൂവ്ഡ് ബൈ സിമ്പിൾ ബോയിലിംഗ്. നോർമൽ ബോയിലിംഗിന്റെ കൂടെ അത് ശരിയാവില്ല. കാരണം ഈ കെമിക്കൽസ് ആ കേസിലും വേറൊരു കെമിക്കലായി മാറില്ല. ദേ വിൽ റിമെയിൻ ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഓക്കെ, സോ ടെമ്പററി ഹാർഡ്നെസ് നമ്മൾക്ക് വെള്ളം ബോയിൽ ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ പെർമനന്റ് ഹാർഡ്നെസ് വേണ്ടിയിട്ട് നമ്മൾ ബോയിലിംഗ് പ്രോസസ്സ് മാത്രം കൊണ്ട് കാര്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് സോഫ്റ്റ് വാട്ടർ. ഫോം നന്നായിട്ട് ഉണ്ടാവും, അതിൽ നന്നായിട്ട് പതയുണ്ടാവും. ദിസ് ഇസ് ഹാർഡ് വാട്ടർ. സോ ഇത് സോപ്പ് അല്ല ആക്ച്വലി, ദിസ് ഇസ് ആക്ച്വലി സോപ്പ് സ്കം. അപ്പോൾ ഇത് കഴുകുന്നത് എളുപ്പമല്ല. ഇത് നമ്മളുടെ തുണികൾ അത് സ്റ്റിക്ക് ആവും, നമ്മളുടെ ദേഹത്ത് അത് സ്റ്റിക്ക് ആവും, ഒട്ടി ചേരും. അപ്പോൾ ഇതിനെ വൃത്തിയാക്കുന്നതും എളുപ്പമല്ല. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം വെൻ വി ആർ യൂസിങ് ഹാർഡ് വാട്ടർ. സോ അടുത്ത പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നതാണ് അഡീഷൻ, കൊഹീഷൻ ആൻഡ് കാപ്പിലാരിറ്റി. സോ നമ്മൾ ഒരു ഗ്ലാസ് ട്യൂബിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ യു വിൽ നോട്ടീസ് ആ വെള്ളം എഡ്ജസിൽ മുകളിലേക്ക് നിൽക്കും, സെൻട്രൽ താഴേക്ക് നിൽക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്ലാസ് മോളിക്യൂൾസും വാട്ടർ മോളിക്യൂൾസും തമ്മിൽ അട്രാക്ഷൻ, ആ അട്രാക്ഷൻ നമ്മൾ എന്താ പറയാ? അഡീസീവ് ഫോഴ്സ് എന്നാണ് പറയാ. അപ്പോൾ വെള്ളത്തിൽ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ വാട്ടർ മോളിക്യൂൾസിന്റെ പരസ്പരം അട്രാക്ഷൻ നമ്മൾ എന്താ പറയാ? കൊഹീസീവ് ഫോഴ്സ് എന്നാണ് പറയാ. വാട്ടർ മോളിക്യൂൾസിന്റെ പരസ്പരമുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ കൊഹീസീവ് ഫോഴ്സ് എന്ന് പറയും. വാട്ടർ മോളിക്യൂൾസിന് ഡിഫറെന്റ് മെറ്റീരിയലിന്റെ കൂടെയുള്ള അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഗ്ലാസിന്റെ കൂടെ അല്ലെങ്കിൽ വുഡിന്റെ കൂടെ വേറൊരു മെറ്റീരിയൽ കൂടെ അട്രാക്ഷൻ നമ്മൾ എന്താ പറയാ? അതിനെ നമ്മൾ അഡീസീവ് ഫോഴ്സ് എന്നാണ് പറയാ. സോ ഇൻ ദ കേസ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്, നമ്മളുടെ വാട്ടർ മോളിക്യൂൾസിന്റെ ഗ്ലാസിന്റെ കൂടെയുള്ള ഫോഴ്സ് അഡീസീവ് ഫോഴ്സ് കൂടുതലാണ്, കൊഹീസീവ് ഫോഴ്സ് അത് കാടും കുറവാണ്. അത് കാരണമാണ് നമ്മളിത് കാണുന്നത്. അപ്പോ ഈ കാരണം കൊണ്ടാണ് നമ്മളുടെ ചില സർഫസസ് എളുപ്പത്തിൽ നനയണതും ചിലത് നനയാണ്ടിരിക്കുന്നതും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കൊലോക്കേഷ്യ ചേമ്പിന്റെ വലിയ ഇല കണ്ടിട്ടില്ലേ? അപ്പൊ ആ ഇലയിൽ വെള്ളം വീഴാണെങ്കിൽ അത് ശരിക്കും അതിൽ നനയില്ല. ആ വെള്ളം ഇങ്ങനെ ഒരു ചെറിയൊരു ബോൾ പോലെ ഇങ്ങനെ അത് നിൽക്കും. അതിന്റെ കാരണം എന്താ? ലീഫിന്റെ മുകളിൽ ഒരു വളരെ തിൻ ഒരു ലെയർ ഉണ്ട്, ഒരു മെറ്റീരിയലിന്റെ. ആ ലെയർ വെറ്റ് ആവില്ല. ആ ലെയർ വെറ്റ് ആവാത്ത കാരണമാണ് ഈ സ്പെറിക്കൽ ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്പ് അവിടെ ഫോം ആവുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഈ ലീഫിന്റെ മുകളിൽ ഒരു വളരെ തിൻ ആയിട്ടുള്ള ഒരു കെമിക്കൽ ലെയർ ഉണ്ട്. ആ കെമിക്കൽ ലെയർ എന്താണ്? ഹൈഡ്രോഫോബിക് ആണ്. എന്ന് വെച്ചാൽ അത് വെള്ളത്തിന്റെ കൂടെ കൂടുതൽ ഇന്ററാക്ട് ചെയ്യില്ല. അത് കാരണമാണ് നമ്മൾക്ക് ഈ കോൺവെക്സ് റൗണ്ട് ആയിട്ടുള്ള ഡ്രോപ്സ് കിട്ടുന്നത്. അപ്പോൾ വേറൊരു ഫോട്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേസിൽ ഒരു ഹൈഡ്രോഫോബിക് സർഫസിന്റെ കേസിൽ നമ്മളുടെ വാട്ടർ മോളിക്യൂൾ എന്താണ്? വാട്ടർ ഡ്രോപ്പ് എന്താണ്? ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ് ഫോം ചെയ്യുന്നത്. കാരണം എന്താ? വാട്ടറിന്റെ ഉള്ളിലത്തെ കൊഹീസീവ് ഫോഴ്സ്
പുറത്തിലത്തെ അഡ്ഹീസീവ് ഫോഴ്സ് കാണും കൂടുതലാണ് ഈ കേസിൽ. ഓൺ ദി അതർ ഹാൻഡ് നമ്മളുടെ ഒരു ഗ്ലാസിന്റെ ട്യൂബിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ വാട്ടർ ആൻഡ് ദ ഗ്ലാസ്, നമ്മളുടെ ചെല്ലും വെള്ളത്തിന്റെ പരസ്പരമുള്ള ഫോഴ്സ് കോഹീസീവ് ഫോഴ്സ് കാണും കൂടുതലായ കാരണം നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു കോൺകേവ് സർഫസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നത് എന്താണ്? ഒരു കോൺവെക്സ് സർഫസ് ആണ്. ഇവിടെ കിട്ടുന്നത് എന്താണ്? ഒരു കോൺകേവ് സർഫസ് ആണ്. കാരണം ഈ കേസിൽ നമ്മളുടെ അഡ്ഹീസീവ് ഫോഴ്സ്, ഇവിടുത്തെ അഡ്ഹീസീവ് ഫോഴ്സ് എന്താണ്? നമ്മളുടെ ഈ കൊഹീസീവ് ഫോഴ്സ് കാണും കൂടുതലാണ് ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ്. ഓക്കെ, സോ നമ്മളുടെ വെള്ളത്തിന്റെ മോളിക്യൂൾസിന്റെ പരസ്പരം കൊഹീസീവ് ഫോഴ്സ് ഉള്ള കാരണം വെള്ളത്തിന്റെ സർഫസ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ലെയർ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അതിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവില്ല. ഇറ്റ് വിൽ സ്റ്റേ ഓൺ ദ സർഫസ് ഓഫ് ദി വാട്ടർ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദർ ആർ ഇൻസെക്ട്സ് ദാറ്റ് യു ക്യാൻ സീ വിച്ച് ആർ സ്കേറ്റിംഗ്, വെള്ളത്തിന് മുകളിൽ സ്കേറ്റ് ചെയ്യുന്നത് നമുക്ക് തോന്നും. ദേ ആർ യൂസിങ് ദിസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ called surface tension. അതെന്താണ്? The mutual attraction between water molecules creates an inward force that makes water surface behave like a stretched film trying to minimize its surface area. എന്ന് വെച്ചാൽ വാട്ടറിലത്തെ മുകളിലത്തെ സർഫസ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു മാട്രസിന്റെ സർഫസ് പോലെയാണ്, അല്ലെങ്കിൽ റബ്ബറിന്റെ ഒരു ലെയർ പോലെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്. കാരണം എന്താ? ആ ലെയറിൽ ഈ വാട്ടർ മോളിക്യൂൾസ് പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്ലേഡ്, ഒരു ഷേവിംഗ് ബ്ലേഡ് നമ്മൾ വെള്ളത്തിൽ ജെന്റ്ലി വെക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൽ അത് മുകളിലിരിക്കും. അത് ഫ്ലോട്ടേഷൻ അല്ല. ഇത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കാരണമല്ല ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് വളരെ ലൈറ്റ് ആയ കാരണം സർഫസ് ടെൻഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു നാച്ചുറൽ ഫിനോമിനൻ ആണ്. This elastic film allows lightweight objects like blades or needles to float on top and permits certain insects to walk across the water. So you will see these insects if you go to any lake or pond or well. കിണറിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ക്രീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് സോപ്പ് ഇടാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ ചൂടാക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈ സർഫസ് നമ്മളുടെ ടെൻഷൻ കുറയും. ഈ സർഫസ് ടെൻഷൻ കുറഞ്ഞാൽ മാത്രമേ വെള്ളം ശരിക്ക് ഒബ്ജക്ട്സിനെ നനയ്ക്കുള്ളൂ. ദാറ്റ് ഇസ് വൈ വി ആർ യൂസിങ് സോപ്പ്. നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ സർഫസ് ടെൻഷൻ ബ്രേക്ക് ആവുന്നത്. അത് കാരണമാണ് എളുപ്പത്തിൽ നമ്മളുടെ ഈ തുണികൾ നമുക്ക് കഴുകാൻ പറ്റുന്നത്. ആ സെയിം ഇഫക്ട് നമ്മൾ എപ്പോഴാണ് കാണുന്നത്? നമ്മൾ വെള്ളം ചൂടാക്കുകയാണെങ്കിലും അതിന്റെ ക്ലീനിങ് ആക്ഷൻ ഇംപ്രൂവ് ആവും. കാരണം എന്താ? ചൂട് വെള്ളത്തിന്റെ സർഫസ് ആക്ഷൻ, സർഫസ് ടെൻഷൻ എന്താണ്? നോർമൽ വെള്ളം കാണും കുറവാണ്. അപ്പോൾ ഇതൊരു ബ്രില്യൻറ്റ് എക്സാമ്പിൾ ആണ് ഇതിന്റെ. അപ്പോൾ ദിസ് ഈസ് എ ലീഫ്, ഒരു നമ്മളുടെ കോളോക്കേഷ്യ അല്ലെങ്കിൽ ചേമ്പ് പോലത്തെ ഒരു പ്ലാന്റിന്റെ ലീഫാണ്. ഈ ലീഫിന്റെ സർഫസിൽ ഇവിടെ ഒരു കെമിക്കൽ ഉണ്ട്, നമ്മളുടെ മെഴുക്, വാക്സ് പോലത്തെ ഒരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കൽ തീരെ വാട്ടർ കൊണ്ട് വെറ്റ് ആവില്ല. അത് തീരെ വാട്ടറിന്റെ ഉള്ളിലേക്ക് അലൗ ചെയ്യില്ല. അത് കാരണമാണ് ഈ വാട്ടർ പരന്നിരിക്കാണ്ട് ഒരു റൗണ്ട് ഷേപ്പ് ഫോം ചെയ്യുന്നത്. ആ വാട്ടറിന്റെ സർഫസിൽ ഈ എട്ടിക്കാലി നിൽക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ വെയിറ്റ് വളരെ വളരെ കുറവായ കാരണം സർഫസ് ടെൻഷൻ ബ്രേക്ക് ആവണില്ല. ഈ വാട്ടറിന്റെ പുറത്തിലത്തെ ലെയർ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സഞ്ചി പോലെ ബിഹേവ് ചെയ്യുന്നത്. അതുമാണ് ഈ നമ്മളുടെ ഈ ചെറിയ സ്പൈഡർ ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് പ്രഷർ ഡൈനാമിക്സ്. The boiling point of pure water is 100 degrees Celsius at standard atmospheric pressure. During boiling, temperature remains constant because continuous supply of heat is changing water from liquid to gas. നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ ആദ്യം അതിന്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. 20 ഡിഗ്രി, 30 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി. പക്ഷെ 100 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫർദർ ഹീറ്റ് ചെയ്താലും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എവിടെ നിൽക്കുക? 100 തന്നെ നിൽക്കും. പക്ഷെ the water will disappear. ആ വെള്ളം എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇസ് കൺവേർട്ടിങ് ഇൻ ടു എ ഗ്യാസ്. സോ അത് കാരണം നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴും ബോയിലിംഗ് പ്രോസസ്സിൽ ടെമ്പറേച്ചർ മാറില്ല. കാരണം എന്താ? നമ്മൾ ഈ എക്സ്ട്രാ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടെമ്പറേച്ചർ കൂട്ടണില്ല. അതെന്താ ചെയ്യുന്നത്? അത് ആ വാട്ടറിനെ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹീറ്റ് നമ്മൾക്ക് ടെമ്പറേച്ചർ ഫോമിൽ കാണാൻ പറ്റാത്ത കാരണം നമ്മൾ എന്താ പറയാ? അതിനെ നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയാ, ഹിഡൻ ഹീറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ കാണാൻ പറ്റണില്ല ഈ ചൂട് എങ്ങോട്ടാ പോണേ, ആ ചൂട് ടെമ്പറേച്ചർ കൂട്ടണില്ല. അതെന്താണ് ചെയ്യുന്നത്? അത് ആ ലിക്വിഡ് വാട്ടറിനെ ഗ്യാസ് ആക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. Atmospheric pressure relationship. The boiling point changes directly with atmospheric pressure. It decreases as altitude increases. നമ്മൾ ഹൈറ്റ് മുകളിലേക്ക് പോകുമെന്നുണ്ടാവുന്നത് ആ ഹൈറ്റിൽ ആറ്റ്മോസ്ഫിയർ പ്രഷർ കുറവാണ്. അത് കാരണം എന്താണ്? ബോയിലിംഗ് പോയിന്റും കുറയും. സോ കുറെ വർഷം മുമ്പ് ഞാൻ ഒരു ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലത്തെ ഒരു വില്ലേജിലേക്ക് പോയി. ആ വില്ലേജിന്റെ പേരെന്താണ്? മാണ.
അപ്പൊ മാണ വില്ലേജ് എന്താണ്, ഇന്ത്യൻ ടെറിട്ടറിയിലത്തെ ലാസ്റ്റ് വില്ലേജ് ആണ്. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ബോർഡർ എത്തും. നമ്മളുടെ ഇന്ത്യയുടെ ഭൂട്ടാൻ ഇവരുടെ കൂടെ ഉള്ള നേപ്പാൾ ഭൂട്ടാൻ ഇവരുടെ കൂടെ ഉള്ള ബോർഡറിലാണ് ഈ മാണ വില്ലേജ് ഇരിക്കുന്നത്. അപ്പൊ മാണ വില്ലേജ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റിലാണ്, 2800 മീറ്റർ ഹൈറ്റിലാണ് ഈ വില്ലേജ് ഇരിക്കുന്നത്. അപ്പോൾ ആ വില്ലേജിൽ ഞാൻ നോട്ടീസ് ചെയ്തത് വെള്ളം ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ വാട്ടർ ബോയിൽസ് വെരി ഈസിലി. നോർമലിക്കാളും വളരെ വേഗതയിലാണ് അവിടെ വെള്ളം ബോയിൽ ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ യു ഹാവ് ടു കുക്ക് ഫുഡ് ഫോർ ലോങ്ങർ ടൈം. വെള്ളം എളുപ്പത്തിൽ ബോയിൽ ആവുകയാണെങ്കിലും ഫുഡ് കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ, നോർമൽ സ്ഥലത്ത് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു നോർമൽ ഹൈറ്റിലാണെങ്കിൽ വെള്ളം 100 ഡിഗ്രിയിൽ ബോയിൽ തുടങ്ങുള്ളൂ. പക്ഷേ അവിടെ ഹൈറ്റ് കൂടിയ കാരണം ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് മച്ച് ലോവർ. എന്ന് വെച്ചാൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് അല്ല, ഒരു 95-94 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വെള്ളം ബോയിലായി തുടങ്ങും. എന്ന് വെച്ചാൽ നോർമലി കിട്ടുന്ന ചൂട് ആ ഫുഡിന് കിട്ടണില്ല. ഫുഡ് കുക്ക് ആവുന്നത് ബോയിലിംഗ് കാരണം മാത്രമല്ല, ഫുഡ് കുക്ക് ആവുന്നത് അതിലേക്ക് എത്ര ഹീറ്റ് പോണുണ്ട് അതാണ് നമ്മളുടെ കുക്കിംഗ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഹീറ്റ് കുറയണ കാരണം ഫുഡിന്റെ കുക്കിംഗ് കൂടുതൽ സമയം അവിടെ എടുക്കുന്നുണ്ട്. സോ ഇത് ഫോട്ടോ എടുത്ത് ഓർക്കേണ്ടത് എന്താണ്, ഇത് 200 മീറ്റർ ഹൈറ്റിൽ നമ്മൾ വെള്ളം ബോയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി അല്ല, അവിടെ 99 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഗോയിങ് ഡൗൺ വെൻ ഹൈറ്റ് ഇൻക്രീസസ്. So we will be making more such videos like this. Hope to see you again. Thank you. Now we will look at some questions. First question, which one is the purest form of water? So options are namalde. The options are river water, ground water, tap water and rain water. So the correct option is rain water. Rain water ഡിസോൾവ്ഡ് സോൾട്ട്സ് വളരെ വളരെ കുറവാണ്, ഡിസോൾവ്ഡ് ഗ്യാസസ് വളരെ വളരെ കുറവാണ്. ബാക്കി ഈ ഓപ്ഷൻസിലൊക്കെ ഈ മെറ്റീരിയൽസ് ഉണ്ടാവും. റിവർ വാട്ടറിൽ സോൾട്ട്സ് ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, ഗ്രൗണ്ട് വാട്ടറിലും ഉണ്ടാവും, ടാപ്പ് വാട്ടറിലും ഉണ്ടാവും. പക്ഷെ റെയിൻ വാട്ടർ ഇസ് ഓൾമോസ്റ്റ് പ്യുവർ H2O, പ്യുവർ വാട്ടർ. വാട്ട് ഡസ് സിയോലൈറ്റ് ഡു? ഈ സിയോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ എന്താണ് വെള്ളത്തിൽ ചെയ്യുന്നത്? ഇറ്റ് ഇംപ്രൂവ്സ് ദ ടേസ്റ്റ് ഓഫ് വാട്ടർ, ഇറ്റ് റിമൂവ്സ് ഓൾ ഡിസോൾവ്ഡ് അയൺസ് ഫ്രം വാട്ടർ, it replaces magnesium and calcium ions with sodium ions or none of these. എന്താണ് സിയോലൈറ്റ് ചെയ്യുന്നത്? അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? നമ്മൾ ഫോർ എക്സാമ്പിൾ മത്തുരയിൽ പറഞ്ഞല്ലോ അവിടുത്തെ വെള്ളം വളരെ ഹാർഡാണെന്ന്. അപ്പോൾ ആ വെള്ളം നമ്മൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിനെ സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സിയോലൈറ്റ് എന്താണ്? സിയോലൈറ്റ് ഒരു കെമിക്കലാണ്. അതിന്റെ ത്രൂ നമ്മൾ ഹാർഡ് വാട്ടർ പമ്പ് ചെയ്യുകയാണെങ്കിൽ ആ സിയോലൈറ്റ് ആ വെള്ളത്തിലേക്ക് സോഡിയം അയൺസ് വിടും ചെയ്യും, അതിൽ നിന്ന് ഈ മാഗ്നീഷ്യം ആൻഡ് കാൽഷ്യം അയൺസ് വലിക്കുകയും ചെയ്യും. അത് കാരണം കൊണ്ട് നമ്മളുടെ ഈ ഹാർഡ് വാട്ടർ ആയിരിക്കുന്നത് എന്താണ്, സോഫ്റ്റ് വാട്ടറായി മാറാ ചെയ്യണത്. സോ ഇറ്റ് ഈസ് റീപ്ലേസസ് Mg and Ca, magnesium and calcium ions, with sodium ions. അടുത്തത്, acid rain is caused by calcium and zinc oxides, aluminum and iron oxides, silicon and copper oxides, or sulfur and nitrogen oxides. അപ്പോൾ ഈ ആസിഡ് റെയിൻ ഏത് ഓക്സൈഡ് കാരണമാണ് ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഏജ് തുടങ്ങിയത് ഒരു 100 വർഷം മുമ്പാണ്, ഒരു 150 വർഷം മുമ്പാണ്. ആ സമയത്താണ് നമ്മൾ ലാർജ് സ്കെയിലിൽ നമ്മളുടെ അയേൺ, കോപ്പർ, സിങ്ക് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇവരുടെ എക്സ്ട്രാക്ഷനിൽ നമ്മൾ പലതരം ഓർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അയൺ ഓർ ഫോർ എക്സാമ്പിൾ ഒരു ഓക്സൈഡ് ആണ്, പക്ഷെ അയൺ ഓർ സൾഫൈഡ് ആയിട്ടും കിട്ടാറുണ്ട്, കോപ്പർ സൾഫൈഡ് ആയിട്ട് കിട്ടാറുണ്ട്. ഈ സൾഫൈഡ് ഓർസ് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് സൾഫർ ഓക്സൈഡ് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ വളരെ ഹോട്ട് ആയിട്ടുള്ള ഫർണസ് ആണെങ്കിൽ നൈട്രോജൻ വരെ ഓക്സിജൻ കൊണ്ട് റിയാക്ട് ചെയ്തിട്ട് അത് നൈട്രോജൻ ഓക്സൈഡ് ഉണ്ടാക്കും. അപ്പോൾ ഈ സൾഫർ ഓക്സൈഡും നൈട്രോജൻ ഓക്സൈഡും എയറിലേക്ക് പോകുമ്പോൾ എയറിലത്തെ മോയ്സ്ചറുടെ കൂടെ റിയാക്ട് ചെയ്തിട്ട് അവരെന്തുണ്ടാക്കുക, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കും, നൈട്രിക് ആസിഡ് ഉണ്ടാക്കും. അതാണ് പിന്നെ മഴയുടെ കൂടെ, മഴവെള്ളത്തിന്റെ കൂടെ താഴേക്ക് വരുന്നതും അടുത്തുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നതും. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഈ കേസിൽ? ആസിഡ് റെയിൻ ഇസ് കോസ്ഡ് ബൈ സൾഫർ ആൻഡ് നൈട്രോജൻ ഓക്സൈഡ്സ്. So I hope you learned some new information that you did not have previously. I'll see you in the next video. Thank you.